നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജാനുവരി 24 ശനിയാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ പെടാനും ദുർപ്രവർത്തികൾ ചെയ്യാനുമുള്ള സാഹചര്യം ഇന്ന് ഉണ്ടായേക്കാം. നിയമപരമായ തടസ്സങ്ങൾ, ശത്രുശല്യം, ബന്ധുക്കളുമായുള്ള ചേർച്ചക്കുറവ് എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ഉദരസംബന്ധമായ അസുഖങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ജീവിത പങ്കാളിയുമായും സുഹൃത്തുക്കളുമായും വിദേശയാത്രകൾക്ക് അവസരം ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണെന്ന്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനും അംഗീകാരങ്ങൾ നേടാനും സാധിക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. നിയമപരമായ തർക്കങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. ആരോഗ്യനില മെച്ചപ്പെടുകയും ധനലാഭവും മനസന്തോഷവും അനുഭവപ്പെടുകയും ചെയ്യും. ഔദ്യോഗിക രംഗത്ത് സ്ഥാനക്കയറ്റത്തിനും ദാമ്പത്യ ജീവിതത്തിൽ ഐക്യത്തിനും യോഗമുണ്ട്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കുടുംബത്തിൽ ജീവിത പങ്കാളിയുമായോ മക്കളുമായോ കലഹങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. മാനസികമായ പിരിമുറുക്കവും ഉറക്കക്കുറവും അനുഭവപ്പെടാം. അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടുന്നത് വഴി അപമാനങ്ങൾ നേരിടേണ്ടി വന്നേക്കാമെന്നതിൽ സംയമനം പാലിക്കുക. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കുന്നത് വഴി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വരവിനേക്കാൾ കൂടുതൽ ചെലവ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ശാരീരികമായ ക്ഷീണത്തിനും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യത കാണുന്നു. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ലോട്ടറി, നറുക്കെടുപ്പ് തുടങ്ങിയവയിലൂടെ ഭാഗ്യാനുഭവങ്ങൾ തേടിയെത്താൻ യോഗമുണ്ട്. തൊഴിൽ വിജയവും ഉന്നത സ്ഥാനമാനങ്ങളും ലഭിക്കാൻ സാഹചര്യമുണ്ടാകും. സർക്കാരിൽ നിന്നുള്ള ഗുണാനുഭവങ്ങളും കീർത്തിയും ലഭിക്കുന്ന അനുകൂലമായ ദിവസമാണിത്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബസൗഖ്യവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്ന ദിവസമായിരിക്കും. ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ലാഭകരമായി തീരും. നിയമപരമായ വിജയങ്ങളും ശത്രുനാശം, തൊഴിൽ വിജയം എന്നിവ ഇന്നലെ ഫലമാണ്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. രോഗങ്ങൾ മൂർച്ഛിക്കാനോ ശാരീരിക അസ്വസ്ഥതകൾ വർദ്ധിക്കാനോ ഇടയുണ്ട്. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. സ്ത്രീകൾ മൂലം മാനഹാനിയോ സാമ്പത്തിക നഷ്ടമോ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വരവിനേക്കാൾ ചെലവ് കൂടുന്ന സാഹചര്യം ഉണ്ടാകും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. രോഗപീഠകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നേക്കാം. തൊഴിൽ രംഗത്ത് തിരിച്ചടികൾക്കും ശത്രുദോഷത്തിനും സാധ്യതയുണ്ട്. കോടതി കേസുകളിൽ തിരിച്ചടി ഉണ്ടാകാനും കുടുംബകലഹങ്ങൾക്കും സാധ്യത കാണുന്നതിനാൽ അതീവ ജാഗ്രത പുലർത്തുക. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. പുതിയ നല്ല സുഹൃത്തുക്കളെ ലഭിക്കാനും ബന്ധുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. സാമ്പത്തികമായ പുരോഗതിയും ദാമ്പത്യ ഐക്യവും കൈവരും. ഭക്ഷണസുഖം അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും ഇന്ന്. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. മാനസികമായ ബുദ്ധിമുട്ടുകളും തൊഴിൽപരമായ ക്ലേശങ്ങളും അലട്ടിയേക്കാം. കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹമോ ഉണ്ടാകാൻ ഇടയുണ്ട്. സാമ്പത്തിക നഷ്ടത്തിനും അപമാനങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ ഓരോ കാര്യത്തിലും ശ്രദ്ധ വേണം. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ആരോഗ്യനില മെച്ചപ്പെടുകയും ഉന്മേഷം അനുഭവപ്പെടുകയും ചെയ്യും. ഭാഗ്യാനുഭവങ്ങളും ഭക്ഷണസുഖവും തേടിയെത്തും. ദീർഘകാലമായി അലട്ടിയിരുന്ന അപവാദ പ്രചാരണങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്ന ആശ്വാസകരമായ ദിനമായിരിക്കും ഇന്ന്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.